മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ വലിയൊരു സംഭവം ഉണ്ടായി ഇന്നലെ. എന്താണെന്നല്ലേ, ലെപ്രസി സാനിറ്റോറിയം നൂറിനാട് വരെ ഒന്ന് പോകേണ്ടി വന്നു. അകത്തേക്ക് പ്രവേശിച്ചാൽ ഇടതും വലതുമായി പഴയ കെട്ടിടങ്ങളും പച്ചപ്പുകളും മാത്രം. മുന്നോട്ട് പോകുന്തോറും 1-2 യാത്രക്കാർ മാത്രം ആശുപത്രിയിലേക്കാണെന്ന് തോന്നി. മെയിൻ റോഡിൽ ബസ് ഇറങ്ങിയാൽ അകത്തേക്ക് ഏകദേശം 400 മീറ്റർ ഉണ്ടാകും OP സെക്ഷനിലേക്ക് എത്താൻ. അവിടെ എത്തിയാൽ ഇടതുഭാഗത്ത് വളരെ ആകർഷകമായ കെട്ടിടങ്ങൾ. ഞങ്ങളൊന്ന് നിരീക്ഷിച്ചു. നഴ്സിംഗ് കോളേജ്, BSc നഴ്സിംഗ് മാത്രമാണ് അവിടെ ഉള്ളത്. 60 സീറ്റുകളുണ്ട്. LBS വഴി അപേക്ഷ കൊടുക്കുന്നു. മെറിറ്റ് അടിസ്ഥാനമാക്കി അഡ്മിഷൻ. എല്ലാ വിവരങ്ങളും ഞാൻ അന്വേഷിച്ചു. തൊട്ടടുത്ത് താമസിക്കുന്ന എനിക്കിതൊന്നും അറിയില്ല എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തായാലും ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചല്ലോ എന്ന ആശ്വാസവും. നേരെ OP കൗണ്ടറിൽ കയറി വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. OPയിൽ 3 ക്യൂ ആണ്. പുരുഷന്മാർ, സ്ത്രീകൾ, 60 വയസ്സ് മുതലുള്ളവർ. അതുപോലെ അവിടുത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്കിൻ, ഐ, ഓർത്തോ, ദന്തൽ, ജനറൽ OP. ഇത്രയും വിഭാഗങ്ങളാണ്. സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നത്. അവിടെ ദൂരദേശത്തു നിന്നും ഒക്കെ തന്നെയാണ് ആൾക്കാർ വരുന്നത്. ഞാൻ അന്വേഷിച്ചു, അവരോടൊക്കെ പല ഡോക്ടേഴ്സിനെയും കണ്ടു. പക്ഷേ കുറവില്ല. ഇവിടെ വന്നതിന് മാത്രം ഒത്തിരിയും കുറവുണ്ടോ, അസുഖം മാറിയിട്ടുമുണ്ട്. എന്നാലും ഞങ്ങൾ വരാൻ പറയുന്നതനുസരിച്ച് വരുന്നു എന്നാണ് അവരുടെ അറിവ്, അവരിൽ നിന്ന് കിട്ടിയ അറിവ്. അവിടെ നിന്നും എല്ലാ മെഡിസിൻസും നമുക്ക് തരുന്നതാണ്, അവിടെ ഫാർമസിയിൽ നിന്നും. അതുപോലെ കൂടാതെ എഴുതി തരുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും, തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും. രാവിലെ 6:30 മുതൽ ആൾക്കാർ ക്യൂ നിൽക്കും. ഓരോ വിഭാഗത്തിനും 100 ടോക്കൺ വീതം കൊടുക്കും. നേരത്തെ പോയാൽ 12 മണിക്കാവും വീട്ടിലെത്താം. അധികം ആൾക്കാർ അവിടെ പോകാറില്ല. അറിയാത്തതായിരിക്കാം കാരണം. ശാന്തസുന്ദരമായ വൃത്തിയും വെടിപ്പുമുള്ള വിശാലമായ പുതിയ കെട്ടിടം. എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. രാവിലെ 8:30-ക്ക് ശേഷം വിളിച്ചന്വേഷിക്കുകയും ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് എന്നെ കമൻറ്റിൽ ചെയ്യുക. നിർബന്ധമായും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് അറിയുക. ഓക്കേ.